സോ ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നല്ല സൗണ്ട് ക്വാളിറ്റി ലഭിക്കുന്ന ഒന്നിലധികം ഇക്വലൈസർ മോഡുകൾ വരുന്ന 120 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈമും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അടക്കമുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്ന ഒരു നെക്ക് ബാൻഡ് ടൈപ്പ് വയർലെസ് ഇയർഫോൺസ് ഒരു 800 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടിയാലോ അടിപൊളിയായിരിക്കും അല്ലേ? അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് കോസ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന മെയ്റ്റ് ബാൻഡ് LE01 എന്ന് പറയുന്ന നെക്ക് ബാൻഡ് ടൈപ്പ് വയർലെസ് ഇയർഫോൺസ്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ഞാൻ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. എനിവേ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ നെക്ക് ബാൻഡ് ടൈപ്പ് വയർലെസ് ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പ് സി കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ പെയർസ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സ് ലഭിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ യൂസർ മാനുവൽ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ നെക്ക് ബാൻഡ് പോർഷൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് ഒരു സിലിക്കൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. വളരെയധികം സോഫ്റ്റ് ആണ്. ഒപ്പം തന്നെ ഈ നെക്ക് ബാൻഡ് പോർഷൻ്റെ എൻഡിലായിട്ട് നമുക്ക് രണ്ട് ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന മൊഡ്യൂളുകൾ കാണാൻ പറ്റും. ഒരു സൈഡിലായിട്ട് കോസ്റ്റാറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡിലായിട്ട് ബട്ടൺ കൺട്രോൾസ് ആണ് വരുന്നത്. ഒപ്പം തന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലെഡ് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പ് സി പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇയർബഡ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ മെറ്റാലിക് ഫിനിഷാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇയർ ഹുക്സും ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാതിൽ നല്ല ഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മാഗ്നറ്റിക് ലോക്കിംഗ് മെക്കാനിസവും കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇയർബഡ്സ് തമ്മിൽ നമുക്ക് മാഗ്നറ്റിക്കലി ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോ പ്ലേ പോസ് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് ഇയർബഡ്സ് നമ്മൾ മാഗ്നറ്റിക്കലി ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടുണ്ടല്ലോ അത് പോസ് ആവും. ഇനി നമ്മളാണെങ്കിൽ മാഗ്നറ്റിക്കലി ഡിറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ആ കേട്ടുകൊണ്ടിരുന്ന പാട്ട് വീണ്ടും പ്ലേ ആവാൻ തുടങ്ങും. സോ അങ്ങനെ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെക്ക് ബാൻഡും ഇയർബഡ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു വയറിൻ്റെ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഇതിൻ്റെ നെക്ക് ബാൻഡ് പോർഷനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കഴുത്തിലിട്ട് അങ്ങനെ കടന്നോളും, ഒരു ഇറിറ്റേഷനും നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഇന്നർ ഇയർബഡ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കാതിനകത്തേക്ക് നല്ലപോലെ കയറി ഇരുന്നോളും. ഒപ്പം തന്നെ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയർ ഹുക്സും കൊടുത്തിട്ടുണ്ട്. വേണ്ട എങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം. സോ പേഴ്സണലി എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. ഇനി ഒരു ഇയർഫോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. സോ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 10mm നിയോഡിമിയം ഡ്രൈവേഴ്സാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൾ ബട്ടണിൽ നമ്മൾ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് ബൂസ്റ്റ് മോഡിലേക്ക് മാറാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു പഞ്ചി ആയിട്ടുള്ള ബേസ് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഫീൽ ചെയ്തത്. ഇനി ഒരു വയർലെസ് നെക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. സോ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 120 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈമാണ് ഒരൊറ്റ ചാർജിൽ നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നു. 2 ആഴ്ചയായിട്ട് ഞാൻ ഇതുവരെയും ചാർജ് ചെയ്തിട്ടില്ല. സോ വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അതായത് 10 മിനിറ്റ്സ് ചാർജ് ചെയ്യുവാണെങ്കിൽ 10 ഹവേഴ്സിൻ്റെ ഒരു പ്ലേ ബാക്ക് ടൈം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല. ഇനി ഇതിനകത്ത് നമുക്കൊരു ഇൻബിൽറ്റ് മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോളുകൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. നല്ല മൈക്രോഫോൺ ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ബട്ടൺ കൺട്രോൾസ് ആണ് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ ബട്ടൺ കൺട്രോൾസും അവൈലബിൾ ആണ്. പ്ലേ പോസ്, നെക്സ്റ്റ്, പ്രീവിയസ്, കോളുകൾ അറ്റൻഡ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, വോളിയം കൂട്ടാം കുറയ്ക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നെക്ക് ബാൻഡിൽ വരുന്ന മറ്റ് പല ഫീച്ചേഴ്സാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ IPX5 റേറ്റിംഗിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഫൈനലി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 799 രൂപയാണ് പ്രൈസ് വരുന്നത്. ആമസോണിലും ഒപ്പം തന്നെ കോസ്റ്റാറിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിൽ കോസ്റ്റാറിൻ്റെ വെബ്സൈറ്റ് വഴി വാങ്ങുന്ന സമയത്ത് ആദിത്യ MTF എന്ന് പറയുന്ന ഈ കാണുന്ന കൂപ്പൺ കോഡ് കൂടിയെന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ ഫ്ലാറ്റ് 10% ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.